ഞങ്ങൾ ട്യൂലിപ്പ് കാണാൻ വന്നാണ്. ആ കാണുന്നതാണ് ട്യൂലിപ്പ്. എത്ര മണിക്കൂർ ട്രാവൽ ചെയ്തണം ഇത് കാണാനായിട്ട്? ഒരുപാട് മണിക്കൂർ ട്രാവൽ ചെയ്തു ഗൈസ്. 2 ട്രെയിന് 2 ബസ്. 2 മണിക്കൂർ. രാവിലെ 9 മണിക്ക് ഇറങ്ങുമ്പോൾ 11 മണിയായി. 2 മണിക്കൂറും 2 ട്രെയിനും 2 ബസ്സും കയറി വന്നിട്ട് കാണാൻ സാധനമാണ്. പക്ഷെ ഇത് പാളിയെങ്കിലും നമ്മൾ അടുത്തതാണ് നിയാൻഡർത്തൽ മ്യൂസിയം. നിയാൻഡർത്തൽ മ്യൂസിയത്തിൽ പോട്ടെ. മിസ്റ്റർ ദിലീപ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിന്നെ കാണാം. പുള്ളി ഇത് കാണാൻ വേണ്ടിട്ട് നെതർലാൻഡ്സിൽ നിങ്ങൾ ഈ പ്രാവശ്യം ഓക്കനോഫിൽ പോയാ? പോയി. എന്നിട്ടാണ് പിന്നെ ഇത് കാണാനായിട്ട് വന്നതല്ലേ? കമ്പറ നോക്കാനായിരുന്നു. ജർമ്മനി ഞാൻ പറഞ്ഞത് എനിക്ക് പോകണമെന്നില്ല. ഇവനായിരുന്നു എനിക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. ഈ സാധനം നമ്മുടെ അവിടുത്തെ പാർക്കിലുണ്ടടാ. ഇത്രയില്ല, കുറച്ച് ഉള്ളത് കണ്ടാൽ ഞങ്ങളുടെ അമ്മാമ ഇതിനേക്കാളും വേറെ 2-3 കാണിച്ചു. ഓ, നമ്മുടെ ഗാർഡൻ ഉണ്ടല്ലോ ഇഷ്ടം പോലെ പൂവ്. അല്ല, നമ്മുടെ ഗാർഡനിൽ ട്യൂലിപ്പുണ്ട്, 4-5 ഉണ്ട്. അപ്പൊ ശരി, ബാ. ഇനി അധികം മഴ കൊള്ളണ്ടാവാ. 12:15. എടാ, ഇവിടെ നിന്ന് നടക്കാടോ. ആ ടൗൺ കാർ നടക്കാൻ പറ്റും. അപ്പൊ ശരി ഗൈസ്, ഞങ്ങൾ അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് പോട്ടെ. ഞങ്ങൾ നിയാൻഡർത്താൽ മ്യൂസിയത്തിലേക്ക് പോവാണ്. ഈ നിയാൻഡർത്താൽ എന്ന് പറഞ്ഞ നെയിം ആക്ച്വലി വന്നത് ഈ സ്ഥലത്തു നിന്നാണ്. ഈ സ്ഥലത്തിന് പേര് നിയാൻഡർ വാലി എന്നാണ്. ഇവിടെയാണ് ആദ്യമായിട്ട് നിയാൻഡർത്താൽ ഫോസിൽ കണ്ടുപിടിച്ചത്, ഒരു ലൈം സ്റ്റോൺ കേവിനകത്ത്. അതുകൊണ്ടാണ് ഇതിനെ നിയാൻഡർത്താൽ വാലി എന്ന് വിളിക്കുന്നത്. വെരി ന്യൂ ഇൻഫർമേഷൻ. എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് തപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഈ സ്ഥലത്തിൻ്റെ സ്റ്റോപ്പിന് പേര് നിയാൻഡർത്താൽ എന്നാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾക്ക് ആദ്യം ട്യൂലിപ്പ് കാണാൻ പോയി. ആകെ പെട്ട് പണ്ടാരം പോയി. ഞങ്ങൾ ട്യൂലിപ്പ് കാണാൻ പോയി. ബസ്സിൽ നിന്ന് നോക്കുമ്പോഴേ ശരിക്കും പറയും ഈ സാധനം കാണണ്ടാണ്. കണ്ടില്ല. എന്നാൽ ആ ബസ്സിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി തിരിച്ച് ഡസ്റ്റോപ്പിൽ എവിടെയെങ്കിലും പോവുക. ചെന്നിറങ്ങി ആ ബസ് പോയി. പിന്നെയാണെങ്കിൽ ആ ചുറ്റോട്ട ദൂരം മനുഷ്യരുമില്ല, ഒരു ബസ്സും വരുന്നില്ല, ഒരു പുല്ലും വരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം മാപ്പൊക്കെ നോക്കി. പിന്നെ മഴയും തുടങ്ങി. മഴയത്ത് തണുത്ത് വിറച്ച് ബസ് നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. കുറേ നേരം തെക്കും വടക്കും നടന്ന്. അത് കാരണം അതിനുശേഷം ഇവനൊരു ബുദ്ധി തോന്നി, ഊബർ വിളിക്കാമെന്ന്. ഊബർ നോക്കിയപ്പോഴത്തേക്ക് 15 euro ഉള്ളൂ. തിരിച്ച് നമ്മളെ കൊണ്ട് ഡസൽഡോഫ് HBF കൊണ്ടുവന്ന് ഇറക്കിത്തരും. അതും വിളിച്ചുകൊണ്ട് പോയി ആ ന്യൂസ് HBF അത് ന്യൂസ് HBF പോയി. അവിടെ ഡസൽഡോഫ് HBF പോയി. അവിടെ നിന്നൊരു സ്ഥലത്ത് കയറി ഭക്ഷണം കഴിച്ച് അതിനുശേഷം നമ്മൾ ഇപ്പോൾ നിയാൻഡർ വാലിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്, 300 മീറ്റർ. എടാ, ഈ ഇറക്കമൊക്കെ തിരിച്ച് ചവിട്ടി കയറണ്ടേ? ഈശ്വരാ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി സംഗതികളൊക്കെ കാണട്ടെ, എന്നിട്ട് വരാം. ഓക്കെ, ബൈ. ഹലോ. ഒക്കെ നിയാൻഡർ പുള്ളിയാണ് ഈ കേവ് കണ്ടുപിടിച്ചത്, നിയാൻഡർത്താൽസുള്ള കേവ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിയാൻഡർത്താൽ വാലി എന്ന പേര് വന്നത്. പിന്നെ നിയാൻഡർത്താൽസിന് നിയാൻഡർത്താൽ എന്നുള്ള പേര് വന്നത് ഇദ്ദേഹം കാരണമാണ്. ഇദ്ദേഹം
കൊല്ലം പഴക്കമുള്ള മോഡേൺ മാൻ, അതായത് നമ്മുടെയൊക്കെ സ്പീഷീസിലെ ഒരാളുടെ ഒരു എന്താ ഫേസാണ് അല്ലെങ്കിൽ ഹെഡാണ് എൻ്റെ ബസ്റ്റ് ക്രിയേറ്റ് ചെയ്യിക്കണം. ഇതേ സമയത്ത് തന്നെ ഹ്യൂമൻസിൽ വേറെ സ്പീഷീസ് ആയിരുന്നു നിയാൻഡർത്തൽസ്. ആ നിയാൻഡർത്തലിൻ്റെ സെയിം ഏജ് തന്നെ 40,000 ഇയേഴ്സ് മുന്നേ ഉള്ള നിയാൻഡർത്തലിൻ്റെ ഒരു ഫേസാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ 40,000 കൊല്ലം മുന്നേ മനുഷ്യരിൽ തന്നെ 2 ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം മോഡേൺ മാനും പിന്നെ നിയാൻഡർത്തൽ. പിന്നെ ഈ നിയാൻഡർത്തൽ സ്പീഷീസ് എക്സ്റ്റെൻറ്റ് ആയി പോയി, നമ്മുടെ സ്പീഷീസ് മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം ഓരോ പഴയ ഹ്യൂമൻ സ്പീഷീസിൻ്റെ സ്കള്ളിൻ്റെ മോഡലാണ്. ഇത് 300 അല്ലെങ്കിൽ 3 lakh ഇയേഴ്സ് ടു 1,20,000 ഇയേഴ്സ് മുന്നേ ഉള്ള ഹോമോ ഹൈഡൽബെർഗെൻസിസ് എന്ന് പറയുന്ന സ്പീഷീസിൻ്റെ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ പ്രീ ഹിസ്റ്റോറിക് ഹ്യൂമൻ സ്പീഷീസിൻ്റെ സ്കള്ള്. ഇത് 3 ലക്ഷം കൊല്ലം മുന്നേ ഉള്ള ഹോമോ നാലേഡി, സൗത്ത് ആഫ്രിക്ക, അവിടെ നിന്ന് കിട്ടിയതാണത്. അതിൻ്റെ മോഡലാണ്, ആക്ച്വൽ സംഗതിയല്ല. ഇത് 4,30,000 ഇയേഴ്സ് മുന്നേ ഉള്ള സ്പെയിനിൽ നിന്ന് കിട്ടിയതാണ്. ഹോമോ എറക്ടസ് 7,80,000 ഇയേഴ്സിനാണ് ചൈനയിൽ നിന്നുള്ളത്. ഈ സ്പീഷീസ് മുതലാണ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്, ലൈക്ക് 2 കാലിൽ നടന്നു തുടങ്ങിയതാണ്.
ഇതൊരു കേവ് പോലെ അവരാക്കി വെക്കാണ്. തലയിട്ട് നോക്കാം, ഇതിന് കുറെ തുളകളുണ്ടോ. കേവ് പെയിന്റിങ്സ് പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട് സ്ക്രീനിനകത്ത്. ാണ് ഗൈസ്, കുറച്ച് നടക്കാനുണ്ട്. കയറുവാണ് ഗൈസ്, കുറച്ചുള്ളൂ. അങ്ങനെ കയറി ഇച്ചിരി കട്ടിയായിരിക്കും. അതെ, ഇതെനിക്ക് വന്ന് മറ്റേ വീൽ ചെയർ ഉള്ള ആൾക്കാരെയൊക്കെ കയറ്റാനായിരിക്കും. ഓക്കെ, കയറട്ടെ ഗൈസ്, മുകളിലെത്തിയിട്ട് വരാം. സെൻട്രത്തല്ലേ കണ്ടുപിടിച്ച കേവ് അതാണെന്ന് തോന്നണോ ഗൈസ്, അറിയില്ല. അത് മാത്രമേ ഒരു കേവ് കാണുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറി ഗൈസ്. വി ആർ ഓൺ ദി ടോപ്പ് ഓഫ് ദി ടവർ. ഇപ്പോൾ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ജസ്റ്റ് സ്ക്രീനാണ്, ഇത് ടെലിസ്കോപ്പ് ഒന്നുമല്ല. അതിനകത്ത് ഒരു വീഡിയോ ഓടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ടോപ്പ് ഓഫ് ദ ടവർ. ഇതാണ് നിയാൻഡർ വാലി. ഇവിടെയാണ് ഈ നിയാൻഡർത്തൽ ബോൺസ് റിക്കവർ ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോ എവിടെയാ?